ഹലോ ഗൈസ്, സന്തോഷമാണ്. എന്തിട്ട് വിശേഷം? സുഖമാണോ? നമ്മൾ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് പുറപ്പെടുന്ന പ്രതാപ് ബസ്സിൻ്റെ പുറകിലാണ് നമ്മുടെ യാത്ര. പ്രതാപിൻ്റെ പുത്തൻ വണ്ടി കേട്ടോ, അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് പുറപ്പെടുന്നതെന്ന് വെച്ചാൽ പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ട് മാനന്തവാടി വരെ പോകുന്നുണ്ട് കേട്ടോ. പയ്യന്നൂരിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് 7:30 പുറപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്ന ടൈം കേട്ടോ. അങ്ങനെ നേരെ കണ്ണൂർ സ്റ്റാൻഡിൽ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അപ്പോൾ ഒരു 10:15 ആ സമയമാകുമ്പോഴത്തേനും നെടുമ്പോയിൽ കണ്ണൂർ ചുരം കയറാൻ നിൽക്കും. ഇപ്പോൾ ആളെ ഇറക്കാൻ വേണ്ടിയിട്ട് സെമിനാരി വില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ചുരത്തിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സെമിനാരി വില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറക്കിയിട്ട് ബസ് മേലോട്ട് പുറപ്പെടുക കേട്ടോ. എന്താണെങ്കിലും നല്ല പുറകിൽ നിന്ന് നോക്കുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് നല്ല വൃത്തിയുള്ള ഒരു ബസ്സാണ്, നല്ല സർവീസാണ്. ഒരു കാലത്ത് ഇവർ കണ്ണൂർ മാനന്തവാടി, കണ്ണൂർ സുൽത്താൻ ബത്തേരി, കണ്ണൂർ മേപ്പാടി അങ്ങനെ ഒരുപാട് സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. എറണാകുളം ഭാഗത്തേക്കൊക്കെ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതാപ് പിന്നെ കൂട്ടത്തിൽ പിന്നെ ഭാരത് മോട്ടോർ സർവീസ് അങ്ങനെ ഒരുപാട് വണ്ടിയുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നീട് ആ സർവീസ് പൂർണ്ണമായിട്ട് നിർത്തി. ഇത് പ്രതാപ് എന്ന് പറഞ്ഞ പേരിൽ ഓടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും പഴയ പ്രതാപുകാരല്ല, അവർ ആ പേര് ഇപ്പോഴും സൂക്ഷിക്കുകയാണ്. എന്നുവെച്ചാൽ ആ പേരിൽ അന്നത്തെ കാലത്ത് ഒരുപാട് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു പ്രതാപ് ബസ് എല്ലാവരും അറിയപ്പെടുന്ന. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല സർവീസായിരുന്നു. നമ്മൾ KSRTC കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ല സർവീസും ആൾക്കാരോടുള്ള പെരുമാറ്റവും നല്ല വൃത്തിയിലുള്ള കണ്ടക്ടർമാരും, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ വൃത്തിയിലുള്ള നല്ല കണ്ടക്ടർമാരും ആൾക്കാരോട് പെരുമാറൽ. ഇതിപ്പോൾ ആ വളവെല്ലാം വീശിയെടുക്കുന്ന കാണാൻ നല്ല സ്റ്റൈലാട്ടോ, നല്ല വൃത്തിയിലാണ്. പുത്തൻ ബസ്, ടാറ്റേൻ്റെ പുത്തൻ ബസ്സാട്ടോ. നല്ല വൃത്തിയുണ്ട്, ഒരു സ്ക്രാച്ച് പോലും എവിടെയും വന്നിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വണ്ടിയാണ്. ഞാനകത്ത് കയറി യാത്ര ചെയ്തിട്ടുണ്ട്, നല്ല സുഖമുണ്ട്. ചുരമെല്ലാം സാധാരണ ഞാൻ ഈ വണ്ടി ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയിരുന്നു. വണ്ടി സ്റ്റാൻഡിങ്, സീറ്റിങ് ഫുള്ളായിട്ട് ആളുണ്ട്. സ്റ്റാൻഡിങ് ഫ്രണ്ട് സൈഡിൽ ഒരു 2 പേരോ ഒറ്റ നിൽപ്പുണ്ട്. പക്ഷേ കുത്തനെയുള്ള ചുരം ഇത്ര സ്പീഡിൽ പാഞ്ഞു കയറാൻ വണ്ടിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചുരം കയറുന്നുണ്ട്. സാധാരണ ഒരു KSRTCൻ്റെ പുറകെ ഞാൻ പോയിട്ടുണ്ട്. KSRTCൻ്റെ പുറകിലൊക്കെ പോകുന്ന സമയത്ത് ഒരു 30 കിലോമീറ്റർ ആവറേജ് സ്പീഡ്, അല്ലെങ്കിൽ 20, 25, 30 കിലോമീറ്റർ സ്പീഡ് ആവറേജിലാട്ടോ വണ്ടി കയറുക. പക്ഷേ ഇത് ഒരു 35 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ചുരം കയറുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഓടിക്കുന്ന വാഹനത്തിൻ്റെ സ്പീഡ് എനിക്ക് നോക്കിയിട്ട് ഈ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഈ വണ്ടിയുടെ പുറകെ ഇങ്ങനെ പോകുമ്പോൾ വളമൊക്കെ വീശുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വളമൊക്കെ വീശുന്ന കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും പുറത്തേക്കൊന്നും പോകാണ്ട് ബാക്ക് സൈഡ് വീലൊന്നും ആ വൈറ്റ് മാർക്കിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് എങ്ങോട്ടും പുറത്തോട്ടൊന്നും പോകാത്ത രീതിയിൽ നല്ല വൃത്തിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസിൽ വണ്ടികൾ സ്ക്രാച്ചൊന്നും ആകാണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ കൺട്രോൾഡാണ് കേട്ടോ. ആ വളവ് തിരിഞ്ഞു വന്നപ്പം വണ്ടി വലിയൊന്ന് മുട്ടി, അടുത്ത ഗിയറിലേക്ക് കൊടുത്തു, വീണ്ടും വണ്ടി സഡൻലി പിക്കപ്പായി കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള ബസ്സുകൾ അടിപൊളിയാണ് കേട്ടോ.